എന്തൊക്കെയാണ് പത്മകുമാർ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. അതായത് പത്മകുമാറും പോറ്റിയും തമ്മിലുള്ള ബന്ധം, അതിലേക്ക് നയിച്ച ആ മൂന്നാമൻ അത് തന്ത്രിയാണെന്ന് പത്മകുമാർ പറഞ്ഞു വെക്കുകയാണ്. ഈ പാളികൾ കൊടുത്തുവിടാൻ അനുമതി കൊടുത്തത് ആരാണ്? അതും തന്ത്രിയാണ്. പോറ്റിയെ എന്തിനാണ് പത്മകുമാർ വിശ്വസിച്ചത്? അത് തന്ത്രി പരിചയപ്പെടുത്തി തന്ന ആളായതുകൊണ്ടാണ്. ഇതാണ് അന്വേഷണ സംഘത്തിന് പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി. സന്നിധാനത്ത് അപ്പോൾ ആരൊക്കെ തമ്മിലാണ് കൂട്ടുകെട്ട്? അതിനും പത്മകുമാറിന് മറുപടിയുണ്ട്. തന്ത്രിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് സന്നിധാനത്തുണ്ട് എന്ന ആരോപണം പത്മകുമാർ ഉന്നയിക്കുകയാണ്. കാരണം സന്നിധാനത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത് തന്ത്രിയാണ്. ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്ത്രിക്ക് പിന്തുണ കൊടുത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ്, അതാണല്ലോ ഭരണസമിതി, കാര്യമായ ഇടപെടലൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് പത്മകുമാർ പറഞ്ഞ് വെക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ പൂജാ ബുക്കിംഗ് അടക്കം മറ്റു കാര്യങ്ങളുണ്ട്. അതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്താണ് പറഞ്ഞത് എന്നതുകൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സന്നിധാനത്തെ പൂജാ ബുക്കിംഗ് അടക്കം നിയന്ത്രിച്ചത് തന്ത്രിയും ഉദ്യോഗസ്ഥരും ചേർന്നാണ്. ഇക്കാര്യങ്ങളിൽ ആരും തന്നെ ഇടപെട്ടിരുന്നില്ല എന്നും എ പത്മകുമാർ വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ശബരിമലയിലേക്കുള്ള സ്പോൺസർമാരെ കണ്ടെത്തിയിരുന്നത് ആരാണ് എന്ന ചോദ്യത്തിനും പത്മകുമാർ മറുപടി നൽകുകയാണ്. സ്പോൺസർമാരെ കണ്ടെത്തിയത് തന്ത്രിയും ഉദ്യോഗസ്ഥരും ചേർന്ന് ആ ഒരു കൂട്ടുകെട്ടാണ് ഇതെല്ലാം തീരുമാനിച്ചത്. ഇനിയിപ്പോൾ മന്ത്രിയുടെ കാര്യം പറയാതെ വെക്കുകയാണോ എന്ന ചോദ്യത്തിന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പരിചയമുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിനോട് പറഞ്ഞിട്ടുണ്ട്. അതും പത്മകുമാർ തന്നെയാണ് വെളിപ്പെടുന്നത്. അപ്പോൾ തന്ത്രിയെ അറിയാം, മന്ത്രിയെ അറിയാം. തന്നെ കാണുന്നതിന് മുൻപേ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിട്ടുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിനോട് പറഞ്ഞു എന്നുള്ളതാണ് പത്മകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതി അവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ആ ചോദ്യത്തിനും പത്മകുമാർ മൊഴി നൽകുന്നുണ്ട്. മുൻ ഭരണസമിതിയിലും പോറ്റിക്ക് സ്വാധീനമുണ്ട്. അവരും അന്നത്തെ കാലത്തും പോറ്റിക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരടക്കം പോറ്റിക്ക് എല്ലാ പിന്തുണയും നൽകി. പോറ്റി അപ്പോൾ ശക്തനായി മാറിയത് ചുരുക്കി പറഞ്ഞാൽ തന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ബലത്തിലാണെന്നുള്ളതാണ് പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി. സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടി ഈ പാളികൾ കൊടുത്തുവിട്ടത്, അത് ആ ആരോപണം തള്ളിക്കളയുകയാണ്. ഈ പാളി കൈമാറിയത് എല്ലാവർക്കും അറിയാമായിരുന്നു എന്ന് പത്മകുമാർ പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ആറന്മുളയിലാണ് പത്മകുമാറിന്റെ വീട്. ആ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിരുന്നു എന്ന് കുടുംബാംഗങ്ങളടക്കം മൊഴി നൽകിയിട്ടുണ്ട്. അത് കൂട്ടി ചോദിക്കുമ്പോൾ ആറന്മുളയിലെ വീട്ടിൽ പോറ്റി വരാറുണ്ടായിരുന്നു എന്ന് പത്മകുമാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പത്മകുമാർ നൽകുന്ന മൊഴി. അതിലാണ് ഇനി വ്യക്തത വരേണ്ടത്. അപ്പോൾ നമുക്ക് പത്മകുമാറിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. നമുക്ക് ഇനി പോകേണ്ടത് ഹരിമോഹനിലേക്കും TV പ്രസാദിലേക്കുമാണ്. വീണ്ടും ഹരിമോഹൻ, ഗുഡ് ഈവനിംഗ്. പത്മകുമാറിന്റെ മൊഴിയുടെ ഉള്ളടക്കമാണ് ഞാനിപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മുടെ ഡാറ്റാ സെന്ററിന്റെ സഹായത്തോടു കൂടി എത്തിച്ചത്. ഇനി അറിയേണ്ടത് ഈ മൊഴിയിലെ നെല്ലും പതിരുമാണ്. പത്മകുമാർ പറഞ്ഞതെല്ലാം അതേപടി SIT വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ ഹരി? സുജയ, ഗുഡ് ഈവനിങ്. തീർച്ചയായിട്ടും വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ, പ്രത്യേകിച്ച് ഒരു പ്രതിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ SIT തയ്യാറാകുന്നില്ല. അതിന് തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് നിരവധിയായിട്ടുള്ള രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. തുടർ അന്വേഷണമൊക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. പത്മകുമാർ നൽകിയിട്ടുള്ള മൊഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്ത്രിമാർക്കെതിരാണ് എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ മൊഴികളിൽ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ, അതായത് തെളിവുകളുടെ സഹായത്തോടു കൂടി പരിശോധിക്കുകയാണ് ഇപ്പോൾ SIT ചെയ്യുന്നത്. അല്പസമയം കൂടി കഴിഞ്ഞാൽ കസ്റ്റഡി കാലാവധി അവസാനിക്കും. പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള ഒരു നീക്കത്തിലേക്ക് SIT ഇപ്പോൾ കടക്കില്ല. ഈ പത്മകുമാർ പറഞ്ഞിട്ടുള്ള തന്ത്രിമാർക്കെതിരായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങളിലുള്ള വിശദീകരണം അല്ലെങ്കിൽ അത് തെളിവടക്കമുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തന്ത്രി തന്നെ നേരിട്ട് ശബരിമലയിലേക്ക് പോറ്റിയെ കൊണ്ടുവരികയായിരുന്നു. തന്ത്രിയാണ് പോറ്റിയെ ശബരിമലയിൽ അവതരിപ്പിച്ചത്, തനിക്ക് പരിചയപ്പെടുത്തിയത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ പത്മകുമാർ മൊഴിയായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായി മറുപടി ലഭിക്കേണ്ടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പോറ്റിയെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ചോദ്യം ചെയ്തിട്ടുള്ള ജയിലിൽ തന്നെയാണ്. പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് പത്മകുമാർ പറയുന്ന മൊഴിയിലെ വസ്തുതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പോറ്റിക്ക് പറയാനുള്ളത് അത് എന്തൊക്കെയാണ് എന്നത് പരിശോധിക്കുകയാണ് SIT ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ ഈ പാളികൾക്ക് അനുമതി കൊടുത്തതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതായത് ഈ തന്ത്രിയായിട്ടുള്ള രാജീവ് കണ്ഠരര് നേരത്തെ മൊഴി SITക്ക് നൽകിയത് ഇങ്ങനെയാണ്. അതായത് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ വേണ്ടിയുള്ള അനുമതി താൻ നൽകിയിരുന്നു. പക്ഷേ അത് ദേവസ്വം ഉദ്യോഗസ്ഥർ പറഞ്ഞതിനെ തുടർന്നാണ്. പക്ഷെ അതൊക്കെ ദൈവഹിതം നോക്കിക്കൊണ്ട് അനുജ്ഞ വാങ്ങിയിട്ടാണ് നൽകിയത്. അതിൽ നടപടിക്രമങ്ങളോ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ തെറ്റിച്ചിട്ടില്ല. കൃത്യമായാണ് അത് ചെയ്തത് എന്നുള്ളതാണ് തന്ത്രി രാജീവ് കണ്ഠരര് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലവിൽ പത്മകുമാറിന്റെ മൊഴി SITയുടെ കയ്യിലുണ്ട്. അതുപ്രകാരം ഈ പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക്, കേരളത്തിന് പുറത്തേക്ക് ഒക്കെ തന്നെ കൊണ്ടുപോകാനുള്ള അനുമതി കൂടിയാണ് അന്ന് തന്ത്രി നൽകിയത്. അതിൽ കേവലം സ്വർണം എടുക്കുക
എന്നത് മാത്രമായിരുന്നു, അതാണ് അറിയേണ്ടത്. താങ്ക് യു ഹരിമോഹൻ. ഞാൻ ഒരിക്കൽ കൂടി ടി വി പ്രസാദിലേക്ക് പോവുകയാണ്. ടി വി പ്രസാദ്, SITയുടെ മുന്നിൽ ഇതുവരെ വന്ന കാര്യങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ കേവലം സ്വർണ്ണ മോഷണമാണ് അവിടെ നടന്നത് എന്ന് നമുക്ക് ആ ഒരു നിഗമനത്തിലേക്ക് വളരെ നിസ്സാരമായി എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യമല്ലല്ലോ. പ്രത്യേകിച്ചും ഇത്രയധികം പേർ, അതും ഹൈ പ്രൊഫൈലിരിക്കുന്ന ആളുകൾ, തന്ത്രി അടക്കം ഉൾപ്പെട്ടുകൊണ്ട് ഈ പലയിടങ്ങളിലും പൂജയ്ക്ക് തന്ത്രിയുടെ സാന്നിധ്യം ബംഗളൂരുവിലടക്കം നമ്മൾ കാണുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ശബരിമലയിലെ വിഗ്രഹം അല്ലെങ്കിൽ ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഭാഗമായുള്ള സ്വർണ്ണപ്പാളികൾ, അതിന്റെയൊക്കെ പാവനതയാണ് അതിന്റെ മൂല്യം. ആ പാവനമായ വസ്തുക്കൾ മറ്റിടങ്ങളിൽ എത്തിച്ച് പൂജ ചെയ്യാൻ ശബരിമലയിലെ തന്ത്രിയെ തന്നെ എത്തിച്ച് അതൊരു സമാന്തര ബിസിനസ്സായി പോയിരുന്നോ എന്നും സംശയിച്ചുകൂടെ പ്രസാദ്? അങ്ങനെ തന്നെയാണ് ഈ സംശയം നീങ്ങുന്നത്. സുജിയ പറഞ്ഞതാണ് നേരത്തെ അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഈ സ്വർണത്തിന്റെ വാല്യൂ അല്ല, അതായത് ഒരു പവൻ സ്വർണത്തിന് ഇത്ര രൂപ എന്ന തോതിൽ നടന്ന ഇടപാടല്ല ഇത് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി അങ്ങനെ ഒരു സുഭാഷ് കപൂറിന്റെ പേര് പറയുന്നു. രാജ്യാന്തര ബന്ധത്തിൽ നടക്കുന്ന വിഗ്രഹ കടത്തുകളെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഹൈക്കോടതിക്ക് ചില സൂചനകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ ഏറെ പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ സുജയ, നമ്മുടെ ശബരിമല അയ്യപ്പന്റെ കട്ടിളപ്പടിയിലെ പാളികളും അതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും ഒന്നുകിൽ വലിയ സമ്പന്നരായ ആരുടെയെങ്കിലും വീടുകളിലോ അതല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തോ ഒരുപക്ഷെ രാജ്യത്തിന് പുറത്തോ തന്നെ ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലെ ഏതെങ്കിലും വിഗ്രഹങ്ങളിലേക്കോ കട്ടിളപ്പടിയിലേക്കോ മാറിപ്പോയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അന്വേഷണം പോയിട്ടില്ല. ഇപ്പോൾ ആകെ കണ്ടുപിടിച്ച ഒരു തൊണ്ടി മുതൽ എന്ന് പറയുന്നത് അത് റോഥം ജ്വല്ലറിയിൽ നിന്നാണ്. റോഥം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധനാണ്. ഗോവർദ്ധന്റെ റോഥം ജ്വല്ലറിയിലും ഗോവർദ്ധന്റെ വീട്ടിലും പൂജയ്ക്ക് പോയിട്ടുള്ള ആൾ ശബരിമലയിലെ തന്ത്രിയാണ്. കണ്ഠരര് മോഹനരുടെ മകനായ മഹേഷ് മോഹനരാണ് എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ മഹേഷ് മോഹനര് റിപ്പോർട്ടറോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. നമ്മളാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അന്ന് അവിടെ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ആളുകൾക്ക് അയച്ചു കൊടുത്ത ക്ഷണപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അന്ന് ആ വാർത്ത കൊടുത്തത്. അന്ന് മഹേഷ് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞനുസരിച്ചിട്ടാണ് പോയത് എന്നുള്ളതാണ്. അവിടെ ഒരു പ്രശ്നമുള്ളത് സുജയ, അത് ശബരിമലയിലെ ചൈതന്യം നിലനിൽക്കുന്നിടത്ത് ശബരിമലയിലെ തന്ത്രി തന്നെ പോയി പൂജ ചെയ്താൽ മാത്രമേ ആ ചൈതന്യം നിലനിൽക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇതിൽ വലിയൊരു വിഭാഗം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സുജയ, ഇവിടുത്തെ പാളികൾ അതുപോലെ തന്നെ റോഥം ജ്വല്ലറി ഗോവർദ്ധന്റെ വീട്ടിലോ ജ്വല്ലറിയിലോ ആയി സൂക്ഷിച്ചിരുന്നോ എന്നുള്ളതാണ്. പക്ഷെ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് അവിടെ നിന്ന് തൊണ്ടി മുതലായി സ്വർണം കണ്ടെടുത്തു. അതായത് ഇതിലൊരു കാര്യം വ്യക്തമാണ് പ്രസാദ്, പോറ്റിക്ക് ഇത്രയ്ക്ക് ശക്തിയുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും ഇടപാടുകൾ ആളുകൾ വിശ്വസിച്ച് പോറ്റിക്ക് ഇത്രയും പണം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ശബരിമലയിലെ ഈശ്വര ചൈതന്യമുള്ള ക്ഷേത്ര ഭാഗങ്ങൾ അല്ലെങ്കിൽ ശ്രീകോവിൽ ഭാഗങ്ങൾ പ്ലസ് ശബരിമലയിലെ തന്ത്രി, അത്രയും രണ്ട് ഘടകങ്ങൾ പോറ്റിക്കൊപ്പമുണ്ടെങ്കിൽ പോറ്റി വലിയ ശക്തനായി മാറും, പോറ്റിക്ക് വിശ്വാസ്യത കൂടും. അപ്പോൾ ആ വിശ്വാസ്യത കൂട്ടുന്നതിന് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്ത്രി അതിന് മറുപടി പറയണ്ടേ? ഇത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്കോ അല്ലാത്ത മറ്റ് ഇടപെടലുകളിലേക്കൊക്കെ അന്വേഷണം പോകുന്നതിനൊപ്പം അയ്യപ്പനെ മൈനറായ വിഗ്രഹത്തെ ആരാണോ സംരക്ഷിക്കേണ്ടത്, അയ്യപ്പനെ സംരക്ഷിക്കേണ്ടത് അവർ തന്നെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നെങ്കിൽ അത് വലിയ ഗുരുതരമായ തെറ്റല്ലേ? അത് വിശ്വാസികളോട് ചെയ്തത്, ശബരിമലയിൽ ദർശനം നടത്താൻ എത്തുന്ന എല്ലാ ആളുകളോടും ചെയ്തത്, അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് മുന്നിൽ തന്ത്രി വന്ന് ഇതിനൊരു മറുപടി പറയേണ്ടതല്ലേ ടി വി പ്രസാദ്? ഉറപ്പായും ഇത് വിശ്വാസത്തെ കച്ചവടം ചെയ്തു എന്ന കാര്യം ഉറപ്പാണ് സുജയ. ഇത് ശബരിമലയിലെ സ്വർണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതല്ല അതിൻ്റെ ആൻറ്റിക് വാല്യൂ, ശബരിമലയിലെ ഒരു സാധനത്തിന് പുറത്ത് കിട്ടുന്ന വാല്യൂ, ആ വാല്യൂ എല്ലുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ശബരിമലയിലെ ആ പഴയ വലിയ മണികൾ. അതെന്തിനായിരിക്കും സുജിയ മാറ്റിയിട്ടുണ്ടാവുക? അങ്ങനെയെങ്കിൽ ആ പഴയ മണികൾ ഇപ്പോൾ എവിടെയാണ്? മുമ്പുണ്ടായിരുന്ന ഈ പറയുന്ന അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ അടങ്ങിയത് അതെവിടെയാണ് ഇപ്പോൾ ഉള്ളത്? അവിടെ നിന്ന് മാറ്റിപ്പോയ കമ്പവിളക്കുകളെ കുറിച്ച് മഹേഷ് പണിക്കർ ഉൾപ്പെടെ പറയുന്നുണ്ട്. അത് എവിടേക്കാണ് പോയത്? ചുരുക്കത്തിൽ ഇതിലുള്ളൊരു സംശയം, ഒരു പക്ഷേ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് നമ്മൾ ആദ്യം മുതൽ സംശയിച്ചതുപോലെ ഇവരുടെ എല്ലാം ഒരു ടൂൾ ആയിരിക്കും. അതായത് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ
ദേവസ്വം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ അതിലും മുകളിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഒക്കെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ ഇതെല്ലാം നടന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ചെമ്പാക്കി മാറ്റുന്നു. ഇതിൽ പ്രസാദ് പലരും ആവശ്യപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ അഖിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ എടുത്തു തന്നെ പറയുന്നുണ്ട്, പ്രസാദ് ചേട്ടായി വിൽ ബ്രേക്ക് ദ മിസ്റ്ററി ഫസ്റ്റ്, മാർക്ക് മൈ വേർഡ് എന്നൊക്കെ പറഞ്ഞ് അഖിൽ ജോസഫ് പറയുന്നുണ്ട്. അപ്പോൾ SITയുടെ അന്വേഷണം നടക്കുന്നു, റിപ്പോർട്ടർ SIT ഇപ്പോൾ പ്രസാദിന്റെ നേതൃത്വത്തിൽ പല വിവരങ്ങളും പുറത്തു കൊണ്ടുവരികയാണ്. നമുക്ക് ഈ വസ്തുതാ പരിശോധന തുടരാം പ്രസാദ്, കാരണം ഇതിൽ ചെമ്പേത് സ്വർണ്ണമേത് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ അന്വേഷണം തുടരുകയും ചെയ്യും. താങ്ക് യു TV പ്രസാദ്.